നയാഗ്ര എന്ന മാസ്മരിക ജലധാര. നയാഗ്ര വെള്ളച്ചാട്ടം ന്യൂയോർക്ക് സംസ്ഥാനത്തിലാണെങ്കിലും അത് USA കാനഡയുടെയും അന്താരാഷ്ട്ര അതിർത്തിയുമാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് നയാഗ്ര വരെ 408 മൈൽ ദൂരമുണ്ട്. നയാഗ്ര മലയിടുക്കിൻ്റെ തെക്കേ അറ്റത്തുള്ള 3 വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കൂട്ടമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം ഈറി തടാകത്തിനും ഒന്റാറിയോ തടാകത്തിനും ഇടയിൽ നയാഗ്ര നദിയിലാണ് ഉള്ളത്. അമേരിക്കൻ ഫാൾസ്, ബ്രൈഡൽ വെയിൽ ഫാൾസ്, കനേഡിയൻ ഹോഴ്സ്ഷൂ ഫാൾസ് എന്നീ 3 വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് നയാഗ്ര രൂപം കൊള്ളുന്നത്. താരതമ്യേന ചെറിയ അമേരിക്കൻ ഫാൾസും ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടവും പൂർണ്ണമായും അമേരിക്കൻ ഐക്യനാടുകളുടെ അതിർത്തിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടത്തിനും ഹോഴ്സ്ഷൂ വെള്ളച്ചാട്ടത്തിനും ഇടയിൽ ഗോട്ട് ദ്വീപും, ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടത്തിനും അമേരിക്കൻ വെള്ളച്ചാട്ടത്തിനും ഇടയിൽ ലൂണ ദ്വീപും ഉണ്ട്. 2 ദ്വീപുകളും ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അമേരിക്കൻ വെള്ളച്ചാട്ടം, ഇതാണ് കനേഡിയൻ ഹോഴ്സ്ഷൂ വെള്ളച്ചാട്ടം. ഇതിന് രണ്ടിനും ഇടയിലാണ് ബ്രൈഡൽ ഫാൾസ്. പകൽ സമയത്ത് ഓരോ മിനിറ്റിലും 1,68,000 ക്യൂബിക് മീറ്റർ വെള്ളമാണ് താഴേക്ക് പതിക്കുന്നത്. അമേരിക്കയിൽ നിന്നും കാനഡയിലേക്ക് പതിക്കുന്നതിനാൽ കാനഡയിൽ നിന്നുമാണ് നയാഗ്രയുടെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കുവാൻ കഴിയുക. കാനഡ വലിയ ഉയരത്തിലുള്ള നിരീക്ഷണ ടവറുകളും ബഹുനില ഹോട്ടലുകളും വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യപരിധിക്കുള്ളിൽ നിർമ്മിച്ച് നയാഗ്രയുടെ ടൂറിസം സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. US സന്ദർശിക്കുന്ന കനേഡിയൻ വിസയുള്ളവർക്ക് US-നെയും കാനഡയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മഴവിൽ പാലത്തിലൂടെ നടന്ന് കാനഡയിലേക്ക് പോയി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിച്ച് മടങ്ങി വരാൻ അനുവദിക്കുന്നുണ്ട്. അമേരിക്കൻ ഹോഴ്സ്ഷൂ വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് മൂടൽ മഞ്ഞ് പോലെ ചിതറിത്തെറിക്കുന്ന വെള്ളത്തുള്ളികളിൽ സൂര്യകിരണങ്ങൾ രൂപപ്പെടുത്തുന്ന മഴവില്ലിൽ നിന്നാണ് റെയിൻബോ പാലത്തിന് ആ പേര് നൽകിയിരിക്കുന്നത്. ഹണിമൂൺ ദമ്പതികൾക്കിടയിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ജനപ്രീതി കണക്കിലെടുത്ത ആ പാലത്തിന് ഹണിമൂൺ പാലം എന്ന പേരും ലഭിച്ചിട്ടുണ്ട്. ഹോഴ്സ്ഷൂ വെള്ളച്ചാട്ടം 57 മീറ്റർ ഉയരത്തിൽ നിന്ന് പതിക്കുമ്പോൾ അമേരിക്കൻ ഫാൾസിൻ്റെ അടിയിൽ വ്യത്യസ്ത ഉയരങ്ങളിൽ ഭീമൻ പാറക്കല്ലുകൾ സ്ഥിതി ചെയ്യുന്നതിനാൽ അതിനൊരു നിശ്ചിത ഉയരം പറയാനാവില്ല. അത് 21 മുതൽ 30 മീറ്റർ വരെ വ്യത്യാസപ്പെടുന്നു. വലിപ്പമേറിയ ഹോഴ്സ്ഷൂ വെള്ളച്ചാട്ടത്തിന് 790 മീറ്റർ വീതിയുള്ളപ്പോൾ അമേരിക്കൻ ഫാൾസിന് 320 മീറ്റർ വീതിയാണുള്ളത്. ഹോഴ്സ്ഷൂ വെള്ളച്ചാട്ടത്തിന് മുകളിലായുള്ള അന്താരാഷ്ട്ര നിയന്ത്രിത അണക്കെട്ട് ഉപയോഗിച്ച് ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയും. പകൽ വിനോദസഞ്ചാരികളുള്ള സമയത്തുള്ള അത്രയും വെള്ളം രാത്രി ഒഴുക്കി വിടാറില്ല. വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒഴുക്ക് രാത്രിയിൽ പകുതിയായി കുറയ്ക്കും. 1950 നയാഗ്ര ഉടമ്പടി വഴിയാണ് ഇത് നിയന്ത്രിക്കപ്പെടുന്നത്. ഇതിൻ്റെ നിയന്ത്രണം ഇൻ്റർനാഷണൽ നയാഗ്ര ബോർഡ് ഓഫ് കൺട്രോളാണ്. നയാഗ്ര നദിയിലെ മണ്ണൊലിപ്പിൻ്റെ ശക്തിയാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്ന ലവണങ്ങളുടെയും പാറപ്പൊടിയുടെയും സാന്നിധ്യമാണ് ആ വെള്ളത്തിൻ്റെ പച്ച നിറത്തിന് പിന്നിൽ. നമ്മുടെ ബിയാസ് പോലുള്ള ഹിമാലയൻ നദികളിൽ ചിലതിനും ഇങ്ങനെ പച്ച നിറമുണ്ടല്ലോ. ന്യൂയോർക്കിലെ ബഫലോയിലാണ് നയാഗ്ര നദിയും വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത്. ബഫലോയ്ക്ക് സമ്പന്നമായൊരു ചരിത്രവും അതിൻ്റെ പേരിന് പിന്നിൽ ഒരു കഥയുമുണ്ട്. നഗരത്തിൻ്റെ പേര് ബഫലോ എന്നാക്കി മാറ്റിയത് ആദ്യകാല ഫ്രഞ്ച് പര്യവേക്ഷകർ പേരിട്ട ബഫലോ ക്രീക്കിൽ നിന്നാണ്. ശരിക്കും ഇവിടം ലക്ഷക്കണക്കിന് കാട്ടുപോത്തുകളുടെ വിഹാരഭൂമിയായിരുന്നു. തുകൽ ആവശ്യത്തിന് മാത്രമായി അവയെ മുഴുവനും കൊന്നുതള്ളി അവിടം അവയുടെ മൃതശരീരം കൊണ്ട് നിറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. അതിൻ്റെ പ്രായശ്ചിത്തം കൊണ്ടാവാം ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് നൽകിയത്. അല്ലെങ്കിലും അവർക്കെന്തും ആവാമല്ലോ. വന്യമൃഗങ്ങളെ മുഴുവൻ കൊന്നിട്ട് മൂന്നാംകിട രാജ്യങ്ങളോട് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ഗിരിപ്രഭാഷണം നടത്താം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ് നയാഗ്ര. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി ജലവൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാണ് നിക്കോള ടെസ്ല. കുട്ടിക്കാലത്ത് തന്നെ നയാഗ്ര വെള്ളച്ചാട്ടത്തിനെ വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം സങ്കല്പിച്ചു.
എഡ്വേർഡ് ഡീൻ ആഡംസ് പവർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ ആദ്യ ജലവൈദ്യുത നിലയം ടെസ്ലയുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചത്. 1896 ഇത് ബഫലോയിലേക്ക് വൈദ്യുതി എത്തിക്കാൻ തുടങ്ങി. ടെസ്ലയുടെ AC സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള നയാഗ്ര വെള്ളച്ചാട്ട പവർ പ്ലാന്റ് ലോകത്തിൻ്റെ വൈദ്യുതീകരണത്തിൽ ഒരു വഴിത്തിരിവായി. AC ഉപയോഗിച്ചുള്ള ദീർഘദൂര വൈദ്യുതി പ്രക്ഷേപണത്തിൻ്റെ മേന്മ തിരിച്ചറിയുകയും തോമസ് എഡിസൻ്റെ ഡയറക്റ്റ് കറണ്ട് സിസ്റ്റത്തിന് പകരം ടെസ്ലയുടെ AC സിസ്റ്റം ആഗോളതലത്തിൽ സ്വീകരിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്തു. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം 4.4 ദശലക്ഷം കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ ടെസ്ലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രദർശനങ്ങളും നയാഗ്ര പാർക്കുകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നയാഗ്രയിലെ ഏറ്റവും വലുതും പ്രതീകാത്മകമായ വെള്ളച്ചാട്ടമാണ് ഹോഴ്സ്ഷൂ വെള്ളച്ചാട്ടമെങ്കിലും മഞ്ഞുകാലത്ത് വെള്ളം തണുത്തുറഞ്ഞു തുടങ്ങുമ്പോഴല്ലെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായ ദൃശ്യമെടുക്കാൻ കഴിയില്ല. മഴ പെയ്യുന്നതുപോലെ ശക്തമായ അതിൽ നിന്നും തെറിക്കുന്ന വെള്ളത്തുള്ളികൾ വളരെ ദൂരത്തേക്ക് കോടമഞ്ഞ് പോലെ വ്യാപിച്ചിരിക്കും. അപ്പോൾ അവിടെ രൂപപ്പെടുന്ന മഴവില്ല് അതിമനോഹരമായ കാഴ്ചയാണ്. കഴിഞ്ഞ 10,000 വർഷത്തിനിടെ നയാഗ്ര വെള്ളച്ചാട്ടം മണ്ണൊലിപ്പ് കാരണം ഏകദേശം 7 മൈൽ പിന്നിലേക്ക് പോയെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വർഷം 1 അടി എന്ന നിലയിൽ പുറകിലേക്ക് പോകുന്നു. സന്ദർശകരെ വെള്ളച്ചാട്ടത്തിന് താഴ്വശത്ത് വളരെ സമീപത്ത് വരെ എത്തിക്കുന്ന ഒരു പ്രശസ്തമായ ബോട്ട് ടൂറാണ് മെയ്ഡ് ഓഫ് ദി മിസ്റ്റ്. അതിൽ കയറുമ്പോൾ നമുക്ക് ഒരു മഴക്കോട്ടൊക്കെ തരും, അല്ലെങ്കിൽ മടങ്ങിയെത്തുമ്പോൾ നനഞ്ഞു കുളിച്ചിരിക്കും. വെള്ളച്ചാട്ടത്തിന് താഴെ എത്തുമ്പോൾ നമുക്ക് ക്യാമറ പുറത്തെടുക്കാൻ പോലും ആവാത്തത്ര പെരുമഴയിൽപ്പെട്ട അനുഭവമായിരിക്കും. സാധാരണ രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ബോട്ടിംഗ് ഉണ്ടാവും. രാത്രി 8 മണി വരെ വേനൽക്കാലത്ത് പകൽ വെളിച്ചം ഉണ്ടാവുമല്ലോ. തണുപ്പ് കാലമാകുന്നതോടെ നേരത്തെ അടയ്ക്കും. നവംബർ മുതൽ ബോട്ടിംഗ് സാധ്യമാവാത്ത തരത്തിൽ മഞ്ഞുറയുമ്പോൾ സവാരി നിർത്തും. $30 25 സെൻറ്റാണ് ടിക്കറ്റ് നിരക്ക്. IV ശശിയുടെ 7-ാം കടലിനക്കരെ എന്ന സിനിമയിലെ P. ഭാസ്കരൻ്റെ സുരലോക ജലധാര ഒഴുകി ഒഴുകി എന്ന ഗാനത്തിലൂടെയാണ് മലയാളികൾ നയാഗ്രയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അത് ചിത്രീകരിച്ചിരിക്കുന്നത് കാനഡയുടെ ഭാഗത്തു നിന്നാണ്. നയാഗ്ര വെള്ളച്ചാട്ടം അതിൻ്റെ വലുപ്പത്തിനും വീതിക്കും പേരുകേട്ടതാണെങ്കിലും US-ലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമല്ല ഇത്. നയാഗ്ര വെള്ളച്ചാട്ടത്തെക്കാൾ ഉയരമുള്ള നിരവധി വെള്ളച്ചാട്ടങ്ങൾ അമേരിക്കയിലുണ്ട്. കാലിഫോർണിയയിലെ യോസെമൈറ്റ് നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന യോസെമൈറ്റ് വെള്ളച്ചാട്ടമാണ് US-ലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം. ഉയരത്തിൻ്റെ കാര്യത്തിൽ അതിനെ മറികടക്കുന്ന നിരവധി വെള്ളച്ചാട്ടങ്ങൾ US-ലുണ്ടെങ്കിലും അതിശയിപ്പിക്കുന്ന ശക്തിക്കും സൗന്ദര്യത്തിനും പേരുകേട്ട നയാഗ്ര വെള്ളച്ചാട്ടം ഒരു ഐക്കണിക് പ്രകൃതി അത്ഭുതമാണ്. പ്രതിവർഷം 22.5 ദശലക്ഷം ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന നയാഗ്ര ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വെള്ളച്ചാട്ടമാണ്. ചരിത്രത്തിലുടനീളം നയാഗ്ര വെള്ളച്ചാട്ടം അതിൻ്റെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യം, ശക്തി, പ്രതീകാത്മകത എന്നിവ അവരുടെ കൃതികളിൽ പകർത്താൻ നിരവധി കവികളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാൽപ്പനിക സൗന്ദര്യം ആരുടെയും പ്രണയാതുരമായ കാവ്യഭാവനകളെ ഉണർത്തുന്നതും ഉദ്ദീപിപ്പിക്കുന്നതുമാണ്. കണ്ടാസ്വദിക്കാൻ മാത്രമുള്ളതല്ല, അത് അനുഭവിച്ചറിയാൻ കൂടിയുള്ളതാണ്. ലോകത്ത് മറ്റൊരു വെള്ളച്ചാട്ടത്തിനും നൽകാനാവാത്ത ഒരു മാസ്മരിക തലം നയാഗ്രയ്ക്കുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. ഒരു ഹായ് കാണിക്കോ.